നമസ്കാരം. തന്ത്രിമാർ അരങ്ങുവാഴും. മറ്റൊരു തന്ത്രിയുടെ പേര് കൂടി കേൾക്കുന്നു. പേര് മുരാരി തന്ത്രി. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര പുത്തൂരിൽ നിന്ന് ഒരു 16 വയസ്സുള്ള പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അമ്മയോടൊപ്പം വന്ന കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഇയാൾ മുമ്പ് ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്നു. അതിനുശേഷം ചില തരികിടകളൊക്കെ എവിടെ നിന്നൊക്കെയോ ജ്യോതിഷത്തിന്റെ അറ്റവും മുറിയുമൊക്കെ പഠിച്ചിട്ട് ഒരു വലിയ ജ്യോതിഷാലയം മുരാരി തന്ത്രി എന്ന പേര് സ്വീകരിക്കുകയും പൂണൂലൊക്കെ ധരിച്ച് ധാരാളം മാലകളും ആഭരണങ്ങളും ആടയാഭരണങ്ങളും ഒക്കെ ധരിച്ച് തന്ത്രിപ്പണി എന്നുള്ള പേരിൽ ജ്യോതിഷപ്പണി എന്നുള്ള പേരിൽ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയുമായിരുന്നു. കുട്ടിയുടെ 16 വയസ്സുള്ള പെൺകുട്ടിയുടെ ബാധ ഒഴിപ്പിക്കാം എന്ന് പറഞ്ഞാണ് ഇയാൾ കുട്ടിയെ തനിയെ അമ്മയെ പുറത്തു നിർത്തി മുറിയിലേക്ക് പിടിച്ചു കയറ്റിയത്. കുട്ടിയെ കടന്നു പിടിക്കുകയും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. കുട്ടി നിലവിളിച്ചു. നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴേക്കും പിൻവാതിലിലൂടെ മുരാരി തന്ത്രി എന്ന മഹാമാന്ത്രികൻ ഓടി രക്ഷപ്പെട്ടു എന്നാണ് കഥ പുറത്തു വരുന്നത്. ഏതായാലും ഇത്തരക്കാർ ഈ ഉഡായിപ്പുകൾ, അതായത് ദൈവീകമായ പലതിന്റെയും മറവിൽ ദൈവീകമായ വിശ്വാസങ്ങളെ പോലും ചൂഷണം ചെയ്തുകൊണ്ട് തട്ടിപ്പും വെട്ടിപ്പും സ്ത്രീപീഡനവും പോക്സോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ചെയ്യുന്നവരുടെ എണ്ണം കേരളത്തിൽ പെരുകിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെ അതിശക്തമായി നിയന്ത്രിക്കേണ്ടതാണ്. ജ്യോതിഷം ആധികാരികമായി പാരമ്പര്യമായി പഠിച്ച ആൾക്കാരുണ്ട്. തന്ത്രവിദ്യയും മറ്റു കാര്യങ്ങളുമൊക്കെ ആധികാരികമായി പഠിച്ച് അത് ചെയ്യുന്നതിന് പ്രാപ്തമായ കഴിവും അറിവും ഉള്ള ആളുകളുണ്ട്. അവരൊക്കെ തന്നെ ഈ ഒരു കാര്യങ്ങളിൽ വളരെ ദുർബലമായ പ്രതികരണങ്ങളാണ് നടത്തുന്നത്. അതായത് ഇത്തരക്കാർ യാതൊരു നിലവാരവുമില്ലാതെ തട്ടിപ്പും വെട്ടിപ്പും നടത്തി ജീവിച്ചു വന്ന ഒരുത്തൻ ഒരു സുപ്രഭാതത്തിൽ താൻ സ്വാമിയാണ്, ജ്യോത്സ്യനാണ്, തന്ത്രിയാണ്, മേൽശാന്തിയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു വിസിറ്റിംഗ് കാർഡും അച്ചടിച്ച് ഒരു രാശിപ്പലകയും മുന്നിൽ നിരത്തി ഒരു ബോർഡും വെച്ച് പത്രങ്ങളിലും അതുപോലെ ഓൺലൈനിലും ഒക്കെ പരസ്യവും കൊടുത്ത് അങ്ങ് പരിപാടി തുടങ്ങുകയാണ്. ഇതിനെക്കുറിച്ചൊന്നും ആരും അന്വേഷിക്കുന്നു പോലുമില്ല. നിയമ സംവിധാനങ്ങളുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അന്വേഷിക്കാനും ഇത് കാപട്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് നടപടികൾ സ്വീകരിക്കാനും. അവരും അനങ്ങുന്നില്ല. ഈ രംഗത്ത് മാന്യമായി ജീവിക്കുന്ന, മാന്യമായി പ്രവർത്തിക്കുന്ന ആളുകളും ഒന്നും മിണ്ടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പെൺകുട്ടികളെ കയറി പിടിക്കുന്നു, തട്ടിപ്പ് നടത്തുന്നു, വെട്ടിപ്പ് നടത്തുന്നു. അതുപോലെ തന്നെ ബാധ മാറ്റാം എന്ന് പറഞ്ഞ് സ്ത്രീകളുടെ സ്വർണ്ണാഭരണങ്ങൾ ഊരി വാങ്ങുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ പൂജ എന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടിക്കുന്നു പലരിൽ നിന്നുമായിട്ട്. എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു കപട തന്ത്രി അല്ലെങ്കിൽ ഒരു കപട കള്ളൻ ജ്യോത്സ്യനുണ്ട്. പേര് പറയുന്നില്ല. വളരെ അടുത്തറിയാവുന്നവരായതുകൊണ്ട് പേര് പറയുന്നില്ല. പക്ഷെ ഇയാൾ എനിക്ക് വളരെ പരിചയമുള്ള ഒരാളെ ഇതുപോലെ തന്നെ എത്രയോ ലക്ഷം രൂപയുടെ പൂജ ചെയ്താൽ കുട്ടിയുടെ വിവാഹം നടക്കും എന്നൊക്കെയോ പറഞ്ഞ് ആരേക്കോ. അവർ പാവങ്ങൾ എവിടെ നിന്നൊക്കെയോ സ്ഥലമൊക്കെ പണയപ്പെടുത്തിയൊക്കെ തന്നെ പൈസ സമ്പാദിച്ചു. എന്തോ അത് കൊടുക്കുന്നതിന് മുൻപ് യാദൃച്ഛികമായി ഈ പെൺകുട്ടിയുടെ അച്ഛൻ എന്നെ കാണാനിടയായി. അപ്പൊ എനിക്ക് വളരെ അടുത്തറിയാവുന്ന ആളാണ് ഇയാൾ തട്ടിപ്പുകാരനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാലങ്ങളായിട്ട് ഞാൻ അവരുടെ കാല് പിടിച്ചു പറഞ്ഞു, അയ്യോ കൊണ്ട കൊടുക്കരുതേ, 1 രൂപ പോലും കൊടുക്കരുത്, അങ്ങനെയുള്ള പൂജകളൊന്നും ഇല്ല. ഇയാൾ പറയുന്ന പൂജകൾ കേട്ട് കഴിഞ്ഞാൽ തന്ത്രസമുച്ചയത്തിലോ യന്ത്രസമുച്ചയത്തിലോ അല്ലെങ്കിൽ ഒരു പുരാണ ഇതിഹാസങ്ങളിലും വേദവിധികളിലും ഒന്നും ഇല്ലാത്ത ചില പൂജകളൊക്കെയാണ് പറയുന്നത്. ഈ കുട്ടിയെ കൂടെ കൊണ്ടുചെല്ലണം എന്നും പറയുന്നുണ്ട്. ഇതുപോലെയുള്ള ആളുകൾ അരങ്ങു വാഴുകയാണ്. ഇത് പ്രബുദ്ധ കേരളമാണ്, വിദ്യാഭ്യാസമുള്ളവരുടെ കേരളമാണ്, ധാരാളം ബൗദ്ധിക നിലവാരമുള്ളവരുടെ കേരളമാണ് എന്നൊക്കെ പറയുമെങ്കിലും കേരളത്തിൽ മലയാളിയെ എന്തു പറഞ്ഞും തട്ടിക്കാം, വെട്ടിക്കാം, എന്ത് ഉഡായിപ്പും നടത്താം. നാളെ ഞാൻ ഒരു താടിയും നീട്ടി ഞാൻ തന്ത്രിയാണ്, അല്ലെങ്കിൽ ഞാൻ ജ്യോത്സ്യനാണ് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഞാൻ സ്വാമിയാണ്, എനിക്ക് വരം കിട്ടി എന്ന് പറഞ്ഞ് ഒരു ബോർഡും വെച്ച് എവിടെയെങ്കിലും ഇരുന്നാൽ എനിക്ക് എത്ര പണം വേണമെങ്കിലും തരാൻ എവിടുന്നെങ്കിലുമൊക്കെ ആളുകൾ ഓടിയെത്തും. ഇത്തരക്കാരെ സൂക്ഷിക്കുക. ഇതൊക്കെ ദൈവശാസ്ത്രങ്ങളാണ്. ശാസ്ത്രീയമായി പഠിച്ചവരെ, അറിവുള്ളവരെ, അവരെ കണ്ട് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കി പൊതു സമൂഹത്തിന്റെയും അവരുടെ അടുത്ത് പോയവരുടെയും ഒക്കെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ ശേഷം മാത്രം ഇത്തരക്കാരുടെ അടുത്തേക്ക് പോവുക. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ആർക്കും ഉണ്ടാകാം. സ്ത്രീകൾക്കും ഉണ്ടാകാം, പുരുഷന്മാർക്കും ഉണ്ടാകാം. എന്തായാലും മുരാരി തന്ത്രിയെ തേടി പോലീസ് പരക്കം പായുകയാണ് എന്നാണ് സൂചന. കിട്ടിയോ എന്നറിയില്ല. എന്തായാലും മുരാരി തന്ത്രി ഈ ഫേസ്ബുക്കിലൊക്കെ വലിയ ചിത്രങ്ങളൊക്കെ കൊടുത്ത് താടിയൊക്കെ നീട്ടിയിരിക്കുന്ന ചിത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താണ്, പ്രതിഷ്ഠയിരിക്കുന്ന പോലാണ്, ഭഗവാൻ ഇരിക്കുന്ന പോലെ ഇരിക്കുകയാണ്. മാലകളുടെ എണ്ണമൊക്കെ നോക്കുക കഴിഞ്ഞാൽ 6-7 മാല, കയ്യിൽ ചെയിന്, മോതിരം, നവരത്ന മോതിരം ഒക്കെ ഇട്ട് ധാരാളം ഭസ്മക്കുറിയൊക്കെ വരച്ച് പുണൂലുമൊക്കെ ഇട്ട് അങ്ങ് ഇരിക്കുകയാണ്. പരിപാടി ഇതാണ്. ഇതിനു മുൻപ് ആരെങ്കിലും ഇയാളുടെ അടുത്ത് പോയിട്ട് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇത്തരക്കാരെ
നമ്മൾ തീർച്ചയായിട്ടും കരുതിയിരിക്കുക. ഹിന്ദു വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ തന്നെ ശാസ്ത്രങ്ങളെയും ഒക്കെ തന്നെ ചൂഷണം ചെയ്ത് തട്ടിച്ചും വെട്ടിച്ചും പെണ്ണ് പിടിച്ചും ഒക്കെ ജീവിക്കുന്നവന്മാരാണ് യുവമാർക്കിട്ടൊക്കെ നല്ല അടിയാണ് കൊടുക്കേണ്ടത്. നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകും. പക്ഷേ ഇത്തരക്കാരെ കണ്ടാൽ നമ്മൾ അങ്ങോട്ട് പോകാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്.